ഈ പെണ്ണ് തന്റെ ബോയ് ഫ്രണ്ട് റിച്ച് ആണെന്ന് അറിയാതെ അവനെ പ്രണയിക്കുന്നു. അവൻ എത്രത്തോളം റിച്ച് ആണെന്ന് വെച്ചാൽ അവൻ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ അവരെ ലണ്ടനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. പക്ഷെ അവർ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിൽ അവർ ചൈനീസ് ആണെന്ന് അറിഞ്ഞ മാനേജർ റൂമില്ലെന്ന് പറഞ്ഞ് അവരെ പോകാൻ പറയുന്നു. ഉടനെ അവർ സിംഗപ്പൂരിലുള്ള ഹസ്ബൻഡിനെ കോൾ ചെയ്യുന്നു. കോൾ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഹോട്ടലിലേക്ക് വരുന്നു. അവർ വീണ്ടും വരുന്നത് കണ്ട മാനേജർ പുറത്തു പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ് വിരട്ടുന്നു. നോക്കുമ്പോൾ അടുത്ത സെക്കൻഡിൽ ഹോട്ടലിന്റെ ഓണർ തന്നെ നേരിട്ട് വന്ന് അവരെ സ്വീകരിക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ പാരമ്പര്യമായി അവർ കൈമാറുവെന്ന ഹോട്ടൽ ഒറ്റ ഫോൺ കോൾ കൊണ്ട് ഈ ലേഡി വാങ്ങിയിരിക്കുന്നു. അത് കേട്ട് മാനേജർ ഷോക്ക് ആവുന്നു. ആ ഹോട്ടലിൽ ഒരു റൂം കൊടുക്കാത്തതിന് ആ ഹോട്ടൽ തന്നെ സ്വന്തമാക്കി അവർ തന്റെ പവർ കാണിക്കുന്നു. അത്രത്തോളം റിച്ച് ആണ് അവർ. അങ്ങനെയുള്ള ഇവൻ ഇവളെ കണ്ട അടുത്ത നിമിഷം തന്നെ ഇഷ്ടമാവുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം തന്റെ ഫാമിലിക്ക് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനായി ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്തിരിക്കുന്നു. അത് കണ്ട ഇവൾ നിനക്ക് ഇത്രയും കാശ് എവിടെ നിന്നാണ്, എന്തിനാണ് ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ താൻ ആരാണെന്ന കാര്യം ആദ്യമായി പറയുന്നത്. അപ്പോഴും എത്രത്തോളം റിച്ച് ആണെന്ന് പറയാതെ ചേട്ടൻ ഒരു ആക്ടറാണ്, സിസ്റ്റർ ഒരു സൂപ്പർ മോഡലാണ്, ബാക്കി എല്ലാവരും ബിസിനസ് നോക്കി നടത്തുന്നു എന്ന് സിമ്പിൾ ആയി പറയുന്നു. അത് കേട്ടപ്പോൾ തന്നെ അവൾ ചെറുതായി പേടിക്കുന്നു. ഫ്ലൈറ്റ് സിംഗപ്പൂരിൽ ലാൻഡ് ആയതും നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. നോക്കുമ്പോൾ അതൊരു വീടല്ല, 200 കോടി രൂപയ്ക്ക് ഒരു മാൾ നിർമ്മിച്ചതുപോലെയുണ്ട്. അത് കണ്ടതും അവൾ ഷോക്ക് ആവുന്നു. അപ്പോൾ ആ വീട്ടിൽ എന്തോ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നു. അകത്തേക്ക് പോയതും അവന്റെ റിലേറ്റീവ്സ് അവളും റിച്ച് ആണെന്ന് വിചാരിക്കുന്നു. അതേസമയം അവിടെ പാർട്ടിക്ക് വന്നിരിക്കുന്ന റിച്ചായ പെൺകുട്ടികൾക്ക് ഏഷ്യയിലെ ഏറ്റവും റിച്ചായ ആളെ വിവാഹം കഴിക്കാൻ പോകുന്നതോർത്ത് അവളോട് അസൂയ തോന്നുന്നു. അത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് സങ്കടം തോന്നുന്നു. അവസാനം അമ്മയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതും 1 മണിക്കൂറിൽ തന്നെ അവളുടെ ഫാമിലിയുടെ ചരിത്രം കണ്ടുപിടിക്കുന്നു. അവൾ റിച്ച് അല്ലാത്തത് കൊണ്ട് അവർ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. പക്ഷെ എനിക്ക് താഷല്ല, അവളാണ് പ്രധാനമെന്ന് പറഞ്ഞ് അവൻ എല്ലാം ഉപേക്ഷിച്ച് അവളെ വിവാഹം ചെയ്യുന്നു.